നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൻ പ്രണയിക്കുന്നത് ഗോപികയെ മാത്രോ? അതിപ്പോ എനിക്ക് വ്യക്തമായി. മോളെ, ഋഷിയെ നഷ്ടപ്പെട്ട എനിക്കത് താങ്ങാൻ പറ്റില്ലമ്മ. അത്രമാത്രം ഞാൻ ഋഷിയെ സ്നേഹിച്ചുപോയി. ഋഷിയെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അവര് തമ്മിലുള്ള വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഋഷിയെ നിനക്ക് നഷ്ടപ്പെടില്ല, അമ്മയാ പറയുന്നത്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളെ, ഇതും ലാപ്ടോപ്പിന്റെ കേസ് മാതിരിയാ. അന്ന് ഞാൻ ഗോപികയുടെ പുതിയ ലാപ്ടോപ്പ് സംഘടിപ്പിച്ച് തന്നില്ലേ നിനക്ക്? അതുപോലെ നീ ആഗ്രഹിക്കുന്ന ഋഷിയെയും ഞാൻ നിനക്ക് തന്നെ തന്നിരിക്കും. അതെങ്ങനെ? പറയാം. എങ്ങനെയുണ്ട്? അല്ല, ഇത് വർക്കൗട്ട് ആവോ? വർക്കൗട്ട് ആവും, പക്ഷേ നീ ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കണം. ആ ഉറപ്പ് നീ തന്നേ പറ്റൂ. അമ്മ പറയും പോലെ ഞാൻ പ്രവർത്തിച്ചോളാം, ഉറപ്പ്. അതെ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? ഞാൻ നാളെ മുതലേ ജോലിക്ക് പോവാ. നിങ്ങൾക്ക് ജോലി കിട്ടിയോ? കിട്ടി. ഗോപി എനിക്ക് വേണ്ടി ശുപാർശ ചെയ്ത ജോലിയില്ലേ, അത് തന്നെ കിട്ടിയത്. എന്റെ ഈശ്വരാ, എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. നാളെ മുതൽ ജോലിയിൽ ജോയിൻ ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എല്ലാ ക്രെഡിറ്റും ഗോപിയേക്കാ. ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല. ഞാൻ ഋഷി സാറിനോട് അനീഷേട്ടന്റെ ജോലിക്കാരെ ശുപാർശ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്റർവ്യൂവിൽ അവര് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടും സ്മാർട്ടായിട്ടും അല്ലേ അനീഷേട്ടന് ഉത്തരം കൊടുത്തത്. അനീഷേട്ടന്റെ പെർഫോമൻസ് കൊണ്ട് തന്നെയാ അനീഷേട്ടന് ജോലി കിട്ടിയത്. അതുകൊണ്ട് ഇതിൽ അനാവശ്യമായിട്ടുള്ള ഒരു ക്രെഡിറ്റോ എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ല അനീഷേട്ടാ ജോലി കിട്ടുമെന്ന്. ഇപ്പൊ മഞ്ചേച്ചിയുടെ ടെൻഷനൊക്കെ മാറിയില്ലേ? ഓ, ഇപ്പോഴേ എന്റെ ടെൻഷനൊക്കെ മാറിയത് മോളെ. എനിക്ക് ഒരുപാട് സന്തോഷമായി. അനീഷിന് ജോലി കിട്ടിയോ? കിട്ടിയമേ, നാളെ ജോയിൻ ചെയ്യും. കൺഗ്രാറ്റുലേഷൻസ് അനീഷേട്ടാ. താങ്ക് യു അഞ്ജു. അനീഷിന് ജോലി കിട്ടിയത് എന്തായാലും നന്നായി. ജോലി കിട്ടിയ സ്ഥിതിക്ക് നിനക്ക് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച് എത്രയും പെട്ടെന്ന് അഞ്ജിതയെ കല്യാണം കഴിപ്പിച്ച് അയക്കണം. അമ്മ എന്താ അങ്ങനെ പറഞ്ഞേ? മൂത്തവരായ ദേവികയും ഗോപികയും കല്യാണം കഴിക്കാതെ വീട്ടിലിരിക്കുമ്പോ അവർക്ക് മുമ്പേ അഞ്ജിതയ്ക്ക് എങ്ങനെയാ കല്യാണം നടത്താനാവുക? അല്ല, നിന്റെ പെങ്ങളായ അഞ്ജിതയെ കല്യാണം കഴിപ്പിക്കേണ്ടത് ചേട്ടനായ നിന്റെ ഉത്തരവാദിത്വവും കടമയല്ലേ അനീഷേ? ഇവരും എന്റെ പെങ്ങന്മാര് തന്നെയല്ലേ അമ്മേ? ദേ, അമ്മ എങ്ങനെ അഞ്ജിതയുടെ കാര്യത്തിൽ ധൃതി ഒന്നും കൂട്ടണ്ട. എല്ലാം യഥാസമയം നടക്കേണ്ടതുപോലെ നടക്കും. അതിനുവേണ്ടി നിങ്ങൾ ഇത്തിരി ക്ഷമ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്റെ വാക്കിനാരും വില കൽപ്പിക്കാറില്ലല്ലോ. ഓ, നീ വാ അഞ്ജു, നിന്റെ കല്യാണം ഇവൻ എപ്പോഴോ നടത്തട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാ? വാ. ജോലി കിട്ടിയില്ല, അപ്പോഴേക്കും തള്ള തുടങ്ങി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.